യുവാക്കൾക്ക് വൈകുന്നേരങ്ങളിൽ സ്വസ്ഥമായി വന്നിരിക്കാനും സൗഹൃദങ്ങൾ പങ്കിടാനും കൂടിച്ചേരൽ നടത്താനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും അതൊരു ഫുഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് നമ്മൾ പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളും സാങ്കേതികത്വങ്ങളും നമ്മുടെ നാട്ടിൽ വന്നാൽ ഇവിടെ തന്നെ പിള്ളേർ നിൽക്കും. പക്ഷെ അത് വെറുതെ ഇത് പറയാം യോജിക്കുന്നില്ല, ഒരിക്കലും ഇല്ല. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ആ ഏജൻസി കൃത്യമായി പണം കൊടുക്കുന്നതായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിന് പൈസ പണം കൊടുക്കുന്നതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ ഡയറക്ടറെ കേരളത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ അതിന്റെ മെസ്സേജ്? ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ നിയമിക്കുന്നു, അയാള് വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഈ വിദ്യാഭ്യാസം ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള ബാധ്യത ഭരണകൂടത്തിൻ്റെതാണ്. അവരത് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നു. യോഗ്യതയുള്ള അധ്യാപകരില്ല, ഭേദപ്പെട്ട ലാബില്ല. ഒരു സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്നുള്ള ഇതിലാണ് ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തുള്ള ഒരു പോസ്റ്റിലാണ് നമ്മുടെ ഡോക്ടർ രാജൻ ഗുരുക്കൾ. അതെ, MG സർവകലാശാല അദ്ദേഹമാണ് വൈസ് ചെയർമാൻ. അദ്ദേഹം തന്നെ പറയുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്പൂൺ ഫീഡിംഗ് ആണ്, അധ്യാപകരിൽ വലിയൊരു വിഭാഗം മണ്ണുണ്ണികളാണ്. പറയുന്ന ആരാ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ പറയുകയാണ്. ഈ ഒരു നിലയിൽ നിൽക്കുമ്പോൾ ഇതിനെ ഹബ്ബാക്കി മാറ്റുമെന്ന് അടിക്കടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. MBBS കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് കിട്ടുന്ന ശമ്പളം 15,000 രൂപയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പരസ്യം കണ്ടു, പൊറോട്ട മേക്കർ, ബംഗാളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന പൊറോട്ട മേക്കർക്ക് 25,000 രൂപയാണ് മിനിമം ശമ്പളം. ആ പൈസ പോലും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നില്ല. നമസ്കാരം, വ്യൂ ഫൈൻഡർ ഇവിടെ തുടരുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട് നിന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറേയധികം പ്രശ്നങ്ങൾ പറഞ്ഞു, അക്രമ രാഷ്ട്രീയം പറഞ്ഞു. ഇതേ തുടർന്ന് ഇവിടുന്ന് വിദ്യാർത്ഥികളുടെ ഒരു കുത്തൊഴുക്ക് വിദേശ സർവകലാശാലകളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? താങ്കളുടെ അഭിപ്രായം? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും പ്രധാന ഫാക്കൽറ്റികളാണ്. ഏറ്റവും വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അവരെ ഫാക്കൽറ്റികളായി നിയമിക്കുകയും ക്യാമ്പസുകളിൽ ഡിസിപ്ലിൻ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ നിശ്ചയമായും നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്ഥാനം വിട്ടോ വിദേശത്തോ പോവില്ല. അതേപോലെ തന്നെ കോഴ്സുകളും അപ്ഡേറ്റ് ചെയ്യണം. അത് പുതിയ പുതിയ കോഴ്സ്, ന്യൂ ജനറേഷൻ കോഴ്സുകൾ, ആ കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്താൽ ഈ കുത്തൊഴുക്ക് തടയാൻ കഴിയും. താങ്കളുടെ വിലയിരുത്തൽ? അല്ല, ഇത് അക്കാഡമിക് നിലവാരം ഉയരണം. അതിന് പുതിയ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ വിദേശ സർവകലാശാലകളിലും ഇപ്പോൾ നമ്മുടെ കൽപ്പിത സർവകലാശാലകളിലും ഒക്കെ വരുന്ന പുതിയ തരം കോഴ്സുകൾ. ഇപ്പോൾ ഈ നളന്ദ സർവകലാശാലയിലായാലും നമ്മുടെ ചിന്മയ യൂണിവേഴ്സിറ്റി വെളിയത്തുനാട്, അപ്പോൾ അവിടെ അമൃത സർവകലാശാല, ഇവിടെയൊക്കെ വരുന്ന പുതിയ തരം കോഴ്സുകൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും നമ്മുടെ ആ തരത്തിലുള്ള കോഴ്സുകൾ. അപ്പോൾ അമൃതയുടെയൊക്കെ സർവകലാശാലയിൽ ഈ റിമോട്ട് കൺട്രോൾ സിസ്റ്റം, അതേപോലെ ഈ നമ്മുടെ റോബോട്ട്സ്, അതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുള്ള സ്റ്റഡീസും അതിൻ്റെ ഇപ്പോൾ ഈ ഇടുക്കിയിലെ ഒരു കോളനിയിൽ അമൃത സർവകലാശാലയിലെ ഡോക്ടർ മനീഷയുടെ നേതൃത്വത്തിൽ ലാൻഡ് സ്ലൈഡിങ്, മണ്ണിടിയുന്നതിനെക്കുറിച്ച്, മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് നേരത്തെ അറിയാൻ പറ്റുന്ന സംവിധാനം, അത് അവിടെയാണ് ആദ്യമായിട്ട് നടപ്പാക്കിയത്. എത്രയോ വർഷമായി. അവിടെ നിന്ന് വിദേശ സർവകലാശാലകൾ പോലും ഇവിടെ വന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയും അവരവിടെ വിദേശ സർവകലാശാലകളിൽ പേപ്പർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് സ്വകാര്യ സർവകലാശാലയാണ്. പക്ഷെ കേരളത്തിലെ മറ്റ് സർവകലാശാലകളുടെ അവസ്ഥ ആലോചിക്കുക. പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കൽപ്പിത സർവകലാശാലകൾ കേരളത്തിൽ തന്നെ നൂതന കോഴ്സുകൾ തുടങ്ങുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നമ്മുടെ പൊതുമേഖലയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നിലവിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ഇവരാരും നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കിയവരാരും ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. അവരൊക്കെ വർഷങ്ങളുടെ ഗവേഷണത്തിലൂടെയും എന്താ പറയുക, കാലത്തിനതീതമായി ചിന്തിച്ചതിലൂടെയും ഉരുത്തിരിഞ്ഞ് വന്ന സംവിധാനങ്ങളാണ്. എന്തുകൊണ്ട് പൊതുമേഖലയിൽ ഇത്തരം സംവിധാനങ്ങൾ വരുന്നില്ല? വാസ്തവത്തിൽ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ പൊതുമേഖലയിൽ നിന്നും പിന്നോക്കം പോവുകയാണോ എന്ന് വലിയ ആശങ്കയുണ്ട്.
കാരണം ഈ പറഞ്ഞ വിദേശ സർവകലാശാലകളും അതുപോലെ തന്നെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിന് വന്നാൽ ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നു കഴിഞ്ഞാൽ അത് വരേണ്യവർഗത്തിനുള്ള കോളേജ് നമ്മുടെ സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ സാധാരണ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അവസരം കിട്ടുന്നത് നമ്മുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള കോളേജുകളിലാണ്. ആ കോളേജുകളിൽ ഈ പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവിടെ ചില നിയമനങ്ങൾക്കും അല്ലെങ്കിൽ അതേ രീതിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. കാര്യം അപ്പോൾ ഈ പറഞ്ഞ സ്വകാര്യ സർവകലാശാലകളെല്ലാം പണമുള്ളവന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ അപകടമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, സ്വകാര്യ സർവകലാശാല വരട്ടെ, വിദേശ സർവകലാശാല വരട്ടെ, ഒപ്പം നമ്മുടെ സർക്കാർ ഉടമയിലുള്ള കോളേജുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരും. ക്ലിയർ ആണ്. താങ്കൾ പറഞ്ഞു സ്വകാര്യ സർവകലാശാലകൾ വരട്ടെ, വരുമോ? അല്ല, സ്വകാര്യ സർവകലാശാലകൾ വരും, ഉറപ്പാണ്. പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ കാരണം സർക്കാർ തീരുമാനം മാറ്റി വെച്ചിരിക്കുന്നു. അല്ല, പ്രതിഷേധം വന്നപ്പോഴേ നേരത്തെ പ്രതിഷേധം വന്നില്ലേ? സ്വാശ്രയ കോളേജുകൾക്കെതിരെ പ്രതിഷേധം വന്നില്ലേ? വന്നു കഴിഞ്ഞിട്ട് എന്തായിരിക്കും? നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. സ്വാശ്രയ കോളേജിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം വന്നു SFI ആണ് നടത്തിയത്. ഈ കൊല്ലത്ത് ഒരു പ്രമുഖനായ മുസ്ലിം ലീഗ് നേതാവ്, പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, അദ്ദേഹം കശുവണ്ടി വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന്റെ കശുവണ്ടി ഫാക്ടറി നടന്ന ഷെഡ് അദ്ദേഹം മാറ്റി എഞ്ചിനീയറിംഗ് കോളേജാക്കി. അപ്പൊ ഇത് തലവരിപ്പണം വാങ്ങിക്കാനും കാശുണ്ടാക്കാനും ഉള്ള സംവിധാനമായിട്ട് ഇത് മാറുകയാണ്. ഇന്നത്തെ പ്രതിഷേധമെല്ലാം നാളെ അംഗീകാരമായിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വകാര്യ മേഖലയിൽ കുറേയധികം നൂതന കോഴ്സുകൾ വരും. അതെ, പൊതുമേഖലയിൽ ഇത്തരം മാറ്റങ്ങൾ വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം അത്തരത്തിലുള്ള കോഴ്സുകൾ തുടങ്ങണമെന്നുള്ള താല്പര്യം സർക്കാരിനുണ്ടാവണം. സർക്കാരിന് അങ്ങനെയുള്ള താല്പര്യം ഇല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനത്തില്ല. അത് ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. അത് ഉണ്ടായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടാകും. അത് നമ്മുടെ കുട്ടികൾക്ക് ഗുണം ചെയ്യും. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് ഇപ്പം പായുന്നത് ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. കണക്കിലധികം കുട്ടികൾ പോവുകയാണ്. ഇനി ഇങ്ങനെ പോയാൽ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ പല പ്രദേശങ്ങളും വയോജന കേന്ദ്രങ്ങളും മാത്രമാകും. ഇവിടുത്തെ പഴയ തലമുറ മാത്രം ശേഷിക്കും. യുവാക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ സെറ്റിലാകും. ഇവരെല്ലാം പോകുന്നത് ഈ നൂതന കോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ലൈഫിൽ ഒരു സെറ്റിൽമെന്റ് വേണ്ടിയിട്ടാണോ? രണ്ട് കാര്യങ്ങളുണ്ട്. കോഴ്സ് മാത്രമല്ല, അവിടെ സെറ്റിൽ ചെയ്യണം. അവരാരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അതിന് കാരണം അവിടെ ജോലി സാധ്യതയുണ്ട്. തൊഴിൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ തൊഴിലും കിട്ടുമെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്, രക്ഷകർത്താക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗവൺമെൻറ് കുറ്റപ്പെടുത്തുകയല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ആ ഏജൻസിയെക്കുറിച്ചുള്ള ആക്ഷേപം നിങ്ങൾ കണ്ടായിട്ടുണ്ട്. ആ ഏജൻസിയുടെ കൃത്യമായി പണം കൊടുക്കുന്നതായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിന് പണം കൊടുക്കുന്നതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഡയറക്ടറെ കേരളത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ അതിന്റെ മെസ്സേജ്? ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ നിയമിക്കുന്നു. അയാള് വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഗുരുതരമായൊരു സംഗതിയാണ്. താങ്കളുടെ പക്ഷം എന്താണ്? എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. കാരണം ഇവിടുത്തെ പല മന്ത്രിമാരുടെയും മക്കള് വിദേശത്ത് പോയിട്ട് പഠിക്കുന്ന, ഇപ്പൊ എന്റെ വിദേശത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ രീതിയിലല്ല. അത് അമൃത സർവകലാശാല ക്യാമ്പസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ആളെ അയച്ചതുകൊണ്ടാണ് വിദേശത്ത് പഠിക്കാൻ പോയത്. പക്ഷെ പിന്നെ PGക്ക് അവിടെ കിട്ടി, അവിടെ PG പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ സാമ്പത്തിക ചെലവാണ്. 5000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് ഇത് വിദേശത്തേക്ക് പോകുന്നത്. ഇത് മുഴുവൻ ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ വൻതോതിൽ കൊടുത്തു തുടങ്ങി വിദേശത്ത് പഠിക്കാൻ പോവാൻ. കേരളത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ കോളേജുകളിൽ സാധാരണ കോഴ്സുകൾക്ക് പഠിക്കാൻ ആളില്ല. ആർട്സ് ആൻഡ് സയൻസിൽ ആളില്ല. 14 കോളേജ് അടച്ചു MG യൂണിവേഴ്സിറ്റി. ഈ ന്യൂജൻ കോഴ്സുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇപ്പൊ ഫോറൻസിക്കിന്റെ കോഴ്സുകൾ ഗുജറാത്തിൽ മാത്രമാണ്, ഗുജറാത്തിലും ഡൽഹിയിലും മാത്രമാണ്. സൈബർ സയൻസ് ഒക്കെ ഉണ്ട്. സൈബർ ഉണ്ട്. സൈബർ സയൻസ് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി കോഴ്സുകൾ. അപ്പൊ അതേസമയം നമ്മൾ ഇവിടെ ഇപ്പോഴും കൺവെൻഷണൽ കോഴ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ചെയ്യുന്ന അവിടെയാണ്. ഇതിനു പകരം ജോലി കിട്ടാൻ സാധ്യതയുള്ള
ഈ തരത്തിൽ BCA പോലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലും നമ്മൾ എത്ര വൈകിയാ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ. ഈ സാമ്പത്തികം ഒരു വിഷയമാണ്. കാരണം ഇവിടെ ഇത്തരം നൂതന കോഴ്സുകൾ വരുന്നുണ്ട്. അത് പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും കോഴ്സുകൾ വരുമ്പോൾ അത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം നമ്മൾ കാണാതിരുന്നുകൂടാ. ഈ വിദേശത്തേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയാൽ പ്രൊഫഷണൽ കോഴ്സ് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് MBBS പഠനം. കേരളത്തിലൊരു സ്വാശ്രയ കോളേജിൽ MBBS പഠിച്ചിറങ്ങണമെങ്കിൽ എത്ര കോടി രൂപയാകും എന്നുള്ളത് എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം അതേ കോഴ്സ് റഷ്യയിലോ ചൈനയിലോ പോയി പഠിക്കുകയാണെങ്കിൽ ഏകദേശം 25-30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് വരാം. അപ്പോൾ സ്വാഭാവികമായും ആൾക്കാർ അതിൽ ടെംപ്റ്റേറ്റഡ് ആയാൽ തെറ്റു പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറയാൻ പറ്റില്ല. അല്ല, അതാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത്. അല്ല, ഇത്രയും ഈ വിദ്യാഭ്യാസം ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള ബാധ്യത ഭരണകൂടത്തിൻ്റെതാണ്. അവരത് ചെയ്യുന്നില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നു. യോഗ്യതയുള്ള അധ്യാപകരില്ല, ഭേദപ്പെട്ട ലാബില്ല. ഒരു സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്നുള്ള ഇതിലാണ് ഇപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് അതിന് പകരം ഈ യോഗ്യത, ഇത് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ. മെഡിക്കൽ കോളേജ് അഖിലേന്ത്യാ മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധന വരുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധ്യാപകരെ മുഴുവൻ ഇടുക്കിയിലേക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയ്ക്ക് സ്ഥലം മാറ്റും. ഇങ്ങനെ സ്ഥിരമായിട്ട് സ്ഥലം മാറ്റി റൊട്ടേറ്റ് ചെയ്തിട്ടാണോ ഒരു മെഡിക്കൽ കോളേജ് നന്നായിട്ട് കൊണ്ടുപോകേണ്ടത്? പക്ഷേ തിരുവനന്തപുരം നമ്മുടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെ മോശം പറയാൻ പറ്റുമോ? ഈ കാര്യം അന്വേഷിക്കൂ. സർക്കാർ മേഖലയിലെ കോളേജ് അല്ല, ഇത് അന്വേഷിക്കൂ. മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധനയുടെ സമയത്ത് അധ്യാപകരെ ഷോർട്ടേജ് ഉണ്ട്. ഇടുക്കി പോലെയുള്ള ചില ഏത് സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഇതുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് എന്തുകൊണ്ട് നമ്മുടെ ഈ നല്ല ഡോക്ടർമാർ മുഴുവൻ മറ്റു ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്നു? ഈ നല്ല മെഡിക്കൽ കോളേജുകളിലെ നല്ലവരായ നല്ല ഡോക്ടർമാര് എന്തുകൊണ്ട് രാജിവെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവധി എടുത്തോ പുറത്തേക്ക് പോകുന്നു? അവരവരുടെ നേട്ടം മാത്രം നോക്കുന്നു. അവരുടെ ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാകുന്നതിന് ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ഇല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കുട്ടികളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് തടയാൻ സർക്കാർ ഊർജിതമായ നടപടി കൈക്കൊള്ളുമെന്ന് പറഞ്ഞു. എന്തായിരിക്കും ആ നടപടി? വാസ്തവത്തിൽ എന്താണ് നടപടി എന്നുള്ള കാര്യം മന്ത്രിക്ക് മാത്രമേ അറിയാവുള്ളൂ. നമുക്കിതുവരെ ഒരു വ്യക്തതയെക്കുറിച്ച് കിട്ടിയില്ല. മന്ത്രി അടിക്കടി പറയുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ട നടപടിയെടുക്കും, വിദേശത്തുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിക്കും, അതിനുവേണ്ടി നമ്മുടെ കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും. ഒരു തമാശ ഇതിനിടെ പറയാം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രോൾ വന്നതാണ്. ഇനി എയർപോർട്ട് എങ്ങാനും കത്തിക്കും എന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത്? മന്ത്രി ഉദ്ദേശിച്ചത് വേറെയാണ്. മന്ത്രി 2 കമ്മിറ്റി ഉണ്ടാക്കി. ഒന്നിന്റെ ചെയർമാൻ സജി ഗോപിനാഥ് ആയിരുന്നു. ഒന്നിന്റെ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രവീന്ദ്രൻ അദ്ദേഹമായിരുന്നു. രണ്ടുപേരുടെയും പണി പോയില്ലേ? അതുകൊണ്ട് കമ്മിറ്റി ഇല്ലാണ്ടായി. അല്ല, അത് പറഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തുള്ള ഒരു പോസ്റ്റിലാണ് നമ്മുടെ ഡോക്ടർ രാജൻ ഗുരുക്കൾ. അതെ, MG സർവകലാശാല അദ്ദേഹമാണ് വൈസ് ചെയർമാൻ. അദ്ദേഹം തന്നെ പറയുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്പൂൺ ഫീഡിംഗ് ആണ്, അധ്യാപകരിൽ വലിയൊരു വിഭാഗം മണ്ണുണ്ണികളാണ്. ആ പറയുന്ന ആരാ? ഉന്നത വിദ്യാഭ്യാസം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ പറയുകയാണ്. ഈ ഒരു നിലയിൽ നിൽക്കുമ്പോൾ ഇതിനെ ഹബ്ബാക്കി മാറ്റുമെന്ന് അടിക്കടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം. അവിടെയാണ് ചോദ്യം പ്രസക്തമാകുന്നത്. താങ്കൾ പറഞ്ഞു ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, വി ഹാവ് ടു ഡു സംതിങ്. യെസ്. പക്ഷെ അതേസമയം നമ്മൾ പറയുന്നു വിദേശത്തു നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് വരുത്തി ഇവിടെ ഉള്ള സംവിധാനങ്ങൾ നേരെ നോക്കി നടത്താൻ പറ്റാതെ എങ്ങനെ നമുക്ക് വിദേശത്തു നിന്ന് വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും? ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇഫ്ലു പോലെയുള്ള ഫോറിൻ ലാംഗ്വേജസിന്റെ ഒരു കേന്ദ്രം ഇവിടെ തുടങ്ങുന്നതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഉദ്ദേശിച്ചത്. ഇത് എത്രത്തോളം പോസിബിൾ ആണ്? ഇത് നടക്കുന്ന കാര്യമാണോ? അല്ല, ചിലപ്പോൾ നമ്മുടെ ഇറാനിൽ നിന്ന് ഇറാഖിൽ നിന്നൊക്കെ കുറച്ച് കുട്ടികൾ കേരള അങ്ങനെയല്ല. അവരുദ്ദേശിക്കുന്നത് വേറെയാണ് അനീഷേ. ഇവിടെ ഇപ്പം ഈ 3000 സ്ഥാപനങ്ങളാണ് ഈ വിദേശത്തേക്ക് കുട്ടികളെ അയക്കാനുള്ള കൺസൾട്ടൻസി കേരളത്തിൽ പ്രവർത്തിക്കും. അതിങ്ങനെ കൂൺ പോലെ. അതെ, അത് ഇത്രയും കൂണ് പോലെ പൊന്തണമെന്നുണ്ടെങ്കിൽ ലാഭം വേണമല്ലോ. നല്ല കച്ചവടമാണ്. ഈ കച്ചവടത്തിന്റെ വിഹിതം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അതെ, അല്ല, കച്ചവടത്തിന്റെ വിഹിതം എക്സാലോജിക്കിന് പോകുന്നുണ്ടെന്നാണല്ലോ വന്നത്. അല്ല, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോ ഇതിനു വേണ്ടി ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരും ആയിരുന്നു പ്ലാൻ. വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നത് തടയാൻ പറ്റില്ല. അതവരുടെ സൗകര്യം. അല്ല, മൗലികാവകാശമാണ്.
തടയാൻ പറ്റില്ല. പക്ഷെ ഇതിനെ തടഞ്ഞിട്ട് ഇതിന് തടയിടാമെന്നാണ് നേരത്തെ ആരോ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് കാര്യം നടക്കില്ല. ഇവിടെ നല്ല കോഴ്സുകൾ കൊണ്ടുവരികയും നല്ല അധ്യാപകർ വരികയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയവൽക്കരണം പൂർണ്ണമായി അവസാനിക്കുകയും വേണം. കെ കരുണാകരൻ ഹർഷ് ഗുപ്തയാണ് കൊച്ചി സർവകലാശാല വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ പലപ്പോഴും ഇടതുപക്ഷക്കാരും ചെയ്തിട്ടുണ്ട്. കെ ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്നപ്പോഴാണ് UR അനന്തമൂർത്തി ഡോക്ടർ അനന്തമൂർത്തി ഇവിടെ വന്നത്. ഇപ്പൊ അതേപോലുള്ള പ്രതിഭാശാലികളായ അധ്യാപകരെയും വിദ്യാഭ്യാസ വിചക്ഷണരെയും കംപ്ലീറ്റ് മാറ്റി നിർത്തിക്കൊണ്ട് AKPCTIയുടെയും അല്ലെങ്കിൽ അവരുടെ മറ്റേ സ്വകാര്യ കോളേജിന്റെ അധ്യാപകരുടെയും ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും അവരുടെ ആൾക്കാരെ വെച്ചിട്ട് കുത്തിനിറച്ചാണോ സർവകലാശാലകൾ റൺ ചെയ്യേണ്ടത്? ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഒരു വൈസ് ചാൻസലറെയോ അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ ടോപ്പിലിരിക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം റീപ്ലേസ് ചെയ്തുകൊണ്ട് താഴെത്തട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി സിസ്റ്റത്തില് വൈസ് ചാൻസലറുടെ അധികാരം വളരെ വലുതാണ്. നമ്മൾ അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഒരു യൂണിവേഴ്സിറ്റി നടക്കുകയാണ്. അപ്പൊ അതിന്റെ അധിപൻ എന്ന് പറയുന്ന വൈസ് ചാൻസലറുടെ പവേഴ്സ് വലുതാണ്, ഓട്ടോണമസ് ആണ്. അവിടെ സിൻഡിക്കേറ്റിലും സെനറ്റിലും ഒക്കെ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരും കയറിയാലും വൈസ് ചാൻസലർക്ക് അതിനെ വീറ്റ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ചെയ്യുന്ന വൈസ് ചാൻസലർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടിരുന്നത്. പക്ഷേ ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് വൈസ് ചാൻസലർമാരെ AKPCTIയുടെയും AKGCയുടെയും ആജ്ഞാനുവർത്തികളെ അത് റബ്ബർ സ്റ്റാമ്പായിട്ടിരിക്കും. അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം മുഖ്യാമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് അത് നടക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാൻ കാര്യമുണ്ട്. കാര്യം ഞാനിത് പറയുമ്പോൾ എനിക്ക് ഇടതുപക്ഷം അങ്ങനെ നിയമിച്ച വീശുമാരുടെ മോശം എന്ന് പറയാമല്ലോ. ഡോക്ടർ ഇക്ബാൽ നല്ല ആണ്. അതേപോലെ തന്നെ ഡോക്ടർ ജയകൃഷ്ണൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നു. ആർക്കും കുറ്റം പറയാൻ നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നിയമിച്ചത് ഇടതുപക്ഷമുണ്ട്, മോശപ്പെട്ട ആൾക്കാരെ വലതുപക്ഷം നിയമിച്ചിട്ടുമുണ്ട്. അല്ലെ, കാലാകാലങ്ങളിൽ ഇതൊരു എന്താ പറയുക, വീതം വെച്ച് കൊടുപ്പായിരുന്നു. അത് അവസാനിക്കണം. വീതം വെച്ച് മാത്രമല്ല ഇന്ന സമുദായ സംഘടനയുടെ അത് വേണ്ട. പക്ഷേ ഞാൻ പറയുന്നത് ഇതിനകത്ത് കുറച്ച് VC-മാരെ നിയമിക്കുമ്പോൾ കുറച്ച് രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നിയമിക്കപ്പെടുന്ന ആൾ ആ അക്കാദമിക് ബ്രില്യൻ്റ് ആയി അവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സർവകലാശാല രക്ഷപ്പെടും. അതിനൊരു എക്സാമ്പിൾ ഇപ്പോഴേ ഇവിടെ വിദേശ സർവകലാശാലകൾ വരുന്ന കാര്യം പറയുമ്പോൾ ഒരു കൂട്ടിച്ചേർത്ത് പറയാം. നമ്മുടെ PSCയിലും നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉണ്ടല്ലോ ഏജ് കട്ട് ഓഫ് ഏജ് 40 വയസ്സാണ് വെച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് അതിന് 50 വയസ്സാക്കി മാറ്റി. അധ്യാപകരുടെ മാത്രം. അതായത് കോളേജ് അധ്യാപകർ അസിസ്റ്റന്റ് പ്രൊഫസർ 50 ആക്കി മാറ്റി. അതിന് വിശദീകരണം മന്ത്രി കൊടുത്തത് എന്താ അറിയോ? വിദേശത്തിരിക്കുന്ന മലയാളികളായിട്ടുള്ള അധ്യാപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാനും അങ്ങനെയുള്ളവരെ കൊണ്ടിവിടെ ഫാക്കൽറ്റികളാക്കാനുമാണെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു കാര്യം ഇപ്പോഴേ ഞാൻ പറയുക, ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർ 2003-ലും 2004-ലും രജിസ്റ്റർ ചെയ്യുന്ന PhD റിവൈസ് ചെയ്ത് രജിസ്ട്രേഷൻ എടുത്ത് PhD എടുത്തുകൊണ്ടിരിക്കുക. ഇത് കറക്റ്റാണ് ഈ സംഭവം. ഇത് നമ്മൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുള്ളതാണ്. അതായത് ആരെയൊക്കെ തിരികെ ഉറപ്പ്. അപ്പൊ അതിന് വേണ്ടിയാണ് ഇത് PSCക്ക് വിടണം പൂർണ്ണമായിട്ടും. ഈ ടെസ്റ്റ് എഴുതിയിട്ട് വരുമല്ലോ, ടെസ്റ്റ് എഴുതിയിട്ടെങ്കിലും വരും. ഈ അധ്യാപക നിയമനത്തിൽ വെള്ളം ചേർക്കുന്നത് അവസാനിപ്പിക്കണം. 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഫാക്കൽറ്റികൾ വളരെ ക്വാളിഫൈഡ് മിടുക്കന്മാരായിട്ടുള്ള നിയമിക്കുകയും വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്താൽ കേരളത്തിൽ ഈ ഒരു വലിയ ഒഴുക്ക് അല്ല കോഴ്സുകൾ മാറ്റും. ഈ കോഴ്സുകളുടെ കാര്യം പറഞ്ഞപ്പോൾ മുൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അദ്ദേഹമായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, പുള്ളിയുടെ ഭാര്യയുടെ പിതാവ് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ്, വർഷം കൃത്യമായി അന്ന് പറഞ്ഞു ഓർക്കുന്നില്ല, തിരുവനന്തപുരം നമ്മുടെ എന്താ പറയുക നമ്മുടെ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് പോയതാണ്. അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ അന്ന് പഠിച്ച അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. പുള്ളി എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇത്ര കൊല്ലമായിട്ടും 4 പതിപ്പ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ, പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര പേരാണ്, മതിപ്പാണ്. ഇതേ മതിപ്പുള്ള കോളേജിന്റെ സിലബസ് നോക്കുമ്പോൾ 40 കൊല്ലം മുൻപ് ഒരു വിദ്യാർത്ഥി പഠിച്ച അതേ സംഗതി തന്നെ. പിന്നെ നമുക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും? പറ്റില്ല. ഇവിടെ എന്താ ശരിക്കും ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ? അല്ല, സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി അഴിച്ചുപണിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കോഴ്സ്, ഏറ്റവും അത്യാധുനിക സർവകലാശാലകളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലേക്ക് കോഴ്സുകൾ മാറ്റണം. അതിന് നമുക്ക് കഴിയും. പക്ഷെ നമ്മളെപ്പോഴും ആവശ്യപ്പെടുന്ന IIT വേണം, എയിംസ് വേണം. അല്ല, IITയും എയിംസും വന്നോട്ടെ. അത് ഒരെണ്ണമല്ല ഒരു സംസ്ഥാനത്ത് കിട്ടൂ.
ഒരു IITയും ഒരു എയിംസും കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും കൂടുതൽ കോഴ്സുകൾ ആവശ്യമായിട്ടുള്ള നല്ല കോഴ്സുകൾ എന്തുകൊണ്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ്, അല്ലെങ്കിൽ മറ്റേ ആനന്ദ്, ഇർമ, അപ്പൊ ഈ തരത്തില് ഹൈദരാബാദ് IBS, ഇന്ത്യൻ ബിസിനസ് സ്കൂൾ, അപ്പൊ ഇവിടെയൊക്കെ ഇതെല്ലാം കാറ്റിൽ നിന്നാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ കേരളത്തില് ഈ തരത്തില് കാറ്റിന്റെ മാതൃകയിലുള്ള ഒരു നല്ല ഇത് നടത്തി കാലിക്കട്ട് IIM മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിൽ നേരിട്ട് നടത്തുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഇപ്പോഴും അഡ്മിഷൻ കൃത്യമായി നടക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, മിടുക്കരായിട്ടുള്ളവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ ജോലി, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാവിധി നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം കൂൺ പോലെ മുളച്ചു പൊന്തിയ കുറേയധികം സ്വാശ്രയ കോളേജുകൾ, ഇവിടെയൊക്കെ വിജയ ശതമാനം 25% പോലും ഇല്ല, ചിലയിടത്ത് 0% ആണെന്ന് പോലും പറയുന്നു. ഇവിടെ എന്താണ് ശരിക്കും ഒരു സൊല്യൂഷൻ? എന്താണ് ഇതൊക്കെ അടച്ചു പൂട്ടേണ്ടതാണോ? സംശയമില്ലല്ലോ. അല്ല, ഇത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ ഇത് ബാധകമാണ്. അതെ, ഹൈക്കോടതി പറഞ്ഞതാണ്. ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ആർക്കാ പ്രയോജനം? അല്ല, മുതലാളിമാർക്ക് ഗുണമുണ്ട്, അവർക്ക് പോലും അഡ്മിഷൻ കിട്ടുന്നില്ല. ഇപ്പോഴേ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, BEd കോളേജ് നടത്തി വിട്ടാൻ പോവുകയാണ്. BEd കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ BEd 4 വർഷത്തെ ഇന്റഗ്രേറ്റ് ഇവരുടെ കൂടെ ഇതിന്റെ കൂടെ ഡിഗ്രിയുടെ കൂടെ അതോടൊരു BEdന്റെ കാര്യത്തിൽ BEd കോളേജ് പോകണേ. അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ഭാഗം PSCയുടെ ലോ ഡിവിഷൻ ക്ലാർക്കായിട്ടും കണ്ടക്ടർമാരായിട്ടും ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ JTO തസ്തിക, ബാങ്ക് തസ്തിക, ഇത് രണ്ടുമാണ് ബിടെക് ബാങ്ക് ക്ലർക്കന്മാരായിട്ട് അതിനെന്തിനാ അവരെ ഡിഗ്രിക്ക് പോയ പോലെ. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം, എഞ്ചിനീയറിംഗ് കോളേജ് ഒരു എന്താ പറയുക, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സോയൻസോ കോളേജാണെന്ന് പറയുമ്പോൾ ആ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു അന്തസ്സും കൂടും. കോളേജിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതെന്ന് പറയുന്ന ഒരു അന്തസ്സാണ്, അഭിമാനമാണ്. പക്ഷേ ആ പണ്ട് കാലത്ത് ഡിപ്ലോമ പോളിടെക്നിക്കുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്ലാമർ മുഴുവൻ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് വന്നതോടുകൂടി ഇല്ലാണ്ടായി. പക്ഷേ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പോളിടെക്നിക്കുകൾ ഇങ്ങനെ സ്വാശ്രയ മേഖലയിൽ കയറി വരുന്നുണ്ട്. അതെന്താ, അതിൻ്റെ ഒരു മെക്കാനിസം എന്താ? അല്ല, അവർ സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എന്നാലും ഞാൻ ബിടെക്കിന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലാമർ, ഞാൻ ഡിപ്ലോമ കോഴ്സ്, ഡിപ്ലോമ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മീൻസ് ആ ഒരു ലെവലിൽ കിട്ടുന്ന ഒരു താരപരിവേഷം ഇല്ലാത്തൊരു കോഴ്സിലേക്ക് കുട്ടികൾ കൂടുതൽ അതല്ല ആ കിട്ടുന്നില്ല. ആ കോഴ്സ് പോളിടെക്നിക്കിന് അവിടെ കിട്ടുന്ന കോച്ചിങ് പോലും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുന്നില്ല. അത്ര മോശമാണ്, വളരെ മോശം. എഞ്ചിനീയറിംഗ് ഇപ്പൊ ഞാൻ നോക്കിയത് തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജ്, അവർ അക്കാഡമിക് നിലവാരം കൊണ്ട് അങ്ങേയറ്റം അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പരിധിവരെ ശരിയുമാണ് താനും. ആ കോളേജ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകളല്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സുകളാണ്. അപ്പൊ എന്താണ് ഈ ഡിപ്ലോമയിൽ കാണുന്ന ആകർഷണം? എന്താണ് അതിലൂടെ വിദേശത്ത് ജോലിക്ക് ഡിപ്ലോമ കോഴ്സിന് കുറച്ചുകൂടി ഗുണം കിട്ടും. അതായത് ഇപ്പൊ ഇവിടുന്ന് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും അവിടെ ഒരു സേഫ് ഹെവൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഡിപ്ലോമ ആവശ്യമാണ്. അതാണ് ഇത്. വേറൊരു കാര്യം അനീഷ്, ഇതിനെക്കാട്ടി ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങി വരുന്നവരുടെ ആ കുട്ടികളുടെ കിട്ടുന്ന സാലറി, MBBS കഴിഞ്ഞ കുട്ടികളുടെ ശമ്പളം, ഈ ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളിൽ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് MBBS കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നോക്ക്, MBBS കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് കിട്ടുന്ന ശമ്പളം 15,000 രൂപയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പരസ്യം കണ്ടു, പൊറോട്ട മേക്കർ, ബംഗാളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന പൊറോട്ട മേക്കർക്ക് 25,000 രൂപയാണ് മിനിമം ശമ്പളം. ആ പൈസ പോലും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു ഡിസ്പാരിറ്റി, അതുകൊണ്ടാണ് ഈ PG കോഴ്സിന് വേണ്ടി ഇപ്പൊ ഇത്രയും കൂടുതൽ തള്ളു വരുന്നത്. നമ്മളിപ്പോൾ കുറച്ചു നേരത്തെ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ വിദേശ സർവകലാശാലകൾ തേടി പോകുന്നതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പലരും പോകുന്നവരാരും വരില്ല എന്നും പറയുന്നു. പക്ഷേ അതേസമയം റീസെൻ്റായിട്ട് ട്രിവാൻഡ്രത്തിൻ്റെ വികസന സ്വപ്നങ്ങളെ കുറിച്ചിട്ട് ഇവിടുത്തെ ഒരു പൗരപ്രമുഖനുമായിട്ടൊരു ഇൻ്റർവ്യൂ എന്നെ കൂട്ടിക്കോളൂ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിൻ്റെ ഭാവി എന്താവും? അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്, ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പോകുന്ന പിള്ളേർ തിരിച്ചു വരും. ബിക്കോസ് ഇപ്പോൾ കാനഡയിലൊക്കെ അവരുടെ വിസ പോളിസി ചേഞ്ച് ചെയ്യുന്നുണ്ട്. UK നിയന്ത്രണങ്ങൾ, അതിശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, കാനഡ കൊണ്ടുവരുന്നു, US കൊണ്ടുവരുന്നു, UK കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ കുട്ടികളും, അതായത് അവിടുത്തെ മറ്റേ ഓർഫനേജിൽ സഹായിയായിട്ടൊക്കെ നിന്ന് തട്ടിക്കൂട്ട് വിസകളിലൊക്കെ പിടിച്ച് പറ്റിയവരൊക്കെ തിരികെ വരേണ്ടി വരും.
എന്ന് അദ്ദേഹം ഒരു സബ്ജക്റ്റീവ് ഒപ്പീനിയൻ പറഞ്ഞു. ശരിയാണോ? താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, അതിന് സാധ്യത തള്ളിക്കളയാനൊക്കില്ല. അങ്ങനെ ഇവർ തിരികെ വന്നാൽ ഇവർക്ക് ഇവിടെ എന്താണുള്ളത്? നമ്മൾ എക്യുപ്ഡ് ആണോ? നമ്മുടെ സർവകലാശാലകൾ അവരെ സ്വീകരിക്കാൻ എക്യുപ്ഡ് ആണോ? നമ്മുടെ സർവകലാശാലകൾ മാത്രമല്ല, കേരളം യെസ്, കേരളം ഇതിന് എക്യുപ്ഡ് ആണ്. നേരത്തെ ശ്രീലങ്ക, അന്ന് മറ്റേ കൊളംബോയിൽ പോകുന്ന MT വാസുദേവൻ നായരുടെ കഥ ഓർമ്മിക്കുക. സിംഗപ്പൂര്, ദുബായ്, ഇപ്പൊ ഗൾഫ് കൺട്രീസിന്റെ ഇത് പോവുകയാണ്. നമ്മുടെ CDSലെ ഇരുദയരാജൻ നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ നമ്മുടെ ഗൾഫിൽ നിന്നുള്ള വരുമാനം ഡിക്ലൈൻ ചെയ്തു തുടങ്ങി. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങൾ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പുതിയ ഇതായിട്ട് പുതിയ മേച്ചിൽപ്പുറമായിട്ട് മാറിയിട്ടുണ്ട്. എത്ര കാലം? പക്ഷേ ഇപ്പൊ അമേരിക്കയിലോ കാനഡയിലോ പോകുന്ന ആൾക്കാർ അവിടെ താമസിച്ച് അവിടെ തന്നെ പിന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ പലയിടത്തും ഉള്ളത്. പക്ഷെ ഇത് മാറിയിട്ട് കേരളത്തിന് വേണ്ടി ഇപ്പൊ കുമ്പനാട്, കേരളത്തിലെ ഏറ്റവും വലിയ എല്ലാ ബാങ്കുകൾക്കും ശാഖയുള്ള കുമ്പനാട് ഏറ്റവും കൂടുതൽ വീട് ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ അമേരിക്കയിലും വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ നാട്ടിൽ വലിയ വീടുകൾ കെട്ടിപ്പൊക്കി ഇട്ടിട്ട് ഇത് പ്രയോജനമില്ലാത്ത രീതിയിലേക്കായി ഇത് പോവുകയാണ്. അവിടെ നമ്മുടെ സാമ്പത്തിക രംഗം, അതിന്റെ തകർച്ച, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ഇക്കോണമി, ഇത് നമുക്ക് എത്ര കാലം ഇത് സർവൈവ് ചെയ്യാൻ പറ്റും? ഇവര് തിരിച്ചു വന്നാൽ, ഇപ്പൊ ഗൾഫിൽ നിന്ന് വൻതോതിൽ ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങിയാൽ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പക്ഷേ ഇതിന് നേരെ വിപരീതമായിട്ട് ഇപ്പം ഷോണിൻ്റെ PC ജോർജിൻ്റെ മകൻ ഷോണുമായിട്ട് ഞാൻ ഒരു 2 മാസം മുന്നേ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളി പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സഹകരണ സംഘമുണ്ട് അവിടെ പൂഞ്ഞാറ് ഒരു സഹകരണ സംഘമുണ്ട്. അവിടെ മാത്രം 200 കോടിയോ സംതിങ് ആ ഒരു ഫിഗറിന് അടുപ്പിച്ച് ഒരു വിദ്യാഭ്യാസ വായ്പ കൊടുത്തിരിക്കുകയാണ്. ഫിഗർ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത്രയധികം ഒരു സഹകരണ സംഘത്തിൽ നിന്ന് 200 കോടി പോലെയുള്ള ഒരു ഭീമമായ തുക വിദ്യാഭ്യാസ വായ്പ എടുത്ത് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊരു വയോജന കേന്ദ്രമായി കേരളം ശേഷിക്കുമെന്നുള്ളതല്ലേ? മാറും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നാളെ കുറേ അപ്പപ്പന്മാർ മാത്രം നമ്മുടെ നാട്ടിൽ കാണും. ഇവിടെ വിഭവ സമാഹരണം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാണ്ടാവും. മാനവ വിഭവശേഷി കണ്ട നാട്ടുകാർ ഉപയോഗിക്കും. ഇത് ഒരു യാഥാർത്ഥ്യം അല്ല, യാതൊരു സംശയം വേണ്ട. നമ്മുടെ ഇപ്പൊ നേരെ വിദേശത്തുള്ളവർ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത പറഞ്ഞില്ലേ, തീർച്ചയായും വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വരില്ല. കേരളത്തിൽ പറയുന്നില്ല, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകും. മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതി ഇപ്പോഴും മെച്ചമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊഴിൽ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലായാലും മഹാരാഷ്ട്രയിലായാലും സാധ്യതയുണ്ട്. ഇവിടെ അതില്ല. പക്ഷേ കേരളത്തിന്റെ തൊഴിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഗൾഫിൽ നിന്ന് പൈസ ആയിട്ട് വരുന്ന, ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. യെസ്, ആ സാഹചര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ CITയുടെയും SFIയുടെയും ഒക്കെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തി അവര് ജനാധിപത്യപരവും പ്രോഗ്രസീവായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തില് ഒന്നും സർവൈവ് ചെയ്യില്ല. ഈ തൊഴിലില്ല എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ തൊഴിലില്ലാത്തതാണോ, തൊഴിലെടുക്കാനുള്ള മലയാളിയുടെ മടിയാണോ? അത് തെറ്റാണ്. മലയാളിക്ക് തൊഴിലെടുക്കാൻ മടിയില്ല. കേരളത്തിൽ ചെയ്യാനുള്ള മടി. അതെ, ഇവിടെ ചെയ്യാൻ വിദേശത്ത് പോയി ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്നുള്ള ഇപ്പൊ ഈ നമ്മുടെ അതിഥി തൊഴിലാളികൾ, അതെ, ഈ അതിഥി തൊഴിലാളികൾ ഒരു മാസം എത്രായിരം കോടി രൂപയാണ് കൊണ്ടുപോകുന്നത് കേരളത്തിൽ നിന്ന്. ആ പണി മലയാളികൾ ചെയ്യേണ്ട പണിയാണ്. പണി ചെയ്യാൻ താല്പര്യമുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പണി ചെയ്യാൻ ഇല്ലാത്ത സാമൂഹ്യ വിരുദ്ധന്മാരായ അല്ലെങ്കിൽ വളരെ ഏജ്ഡായിട്ടുള്ള കുറേ ആൾക്കാർ മാത്രമായിട്ട് കേരളം മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ രീതിയിൽ പോയാൽ ഈ ബംഗാളികൾ ഇനി തിരിച്ചു പോകുന്നൊരു കാലം വരുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ സ്ഥിതി കുറച്ചുകൂടെ പ്രതിസന്ധിയാവും. അല്ല, ബംഗാളി അടുത്തിടയ്ക്കാരൻ ഒരു എഴുത്തുകാരി എഴുതിയിരുന്നു, ഹിന്ദി പഠിക്കേണ്ട ആവശ്യകത. വയസ്സായ അമ്മയെ പോലും ഹിന്ദി പഠിപ്പിക്കുക. മുടി വെട്ടാനും ബംഗാളിയാണ്, പൊറോട്ട അടിക്കാൻ ബംഗാളിയാണ്. ഇപ്പൊ കേരള നാടൻ ഫുഡ് നടത്തുന്നതും ബംഗാളിയാണ്. കേരള നാടൻ ഫുഡ് ഇപ്പൊ എല്ലാ രംഗത്തും അവര് പൂർണ്ണമായിട്ടും അവർ കയറിയിട്ട്. ഈ അടുത്തിടെ ഒരു ഇടത് സഹയാത്രികനുമായിട്ട് സംസാരിച്ചു. പൂജയ്ക്ക്, ക്ഷേത്ര പൂജയ്ക്ക് പോലും അതിനും ബംഗാളി വന്നു. കൊള്ളാം. അതെ, നമുക്ക് വേറെ സംഭവം, നമ്മുടെ ഇവിടെ ഒരു വഴിയാത്ര പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്ഷൻ അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല. കാരണം ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മുഖത്ത് നോക്കി പിടിക്കും, ബംഗാളിയാ. ഈ അടുത്തിടെ ഒരു ഇടത് സഹയാത്രികനുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളം മാറുന്നുണ്ട്, യുവാക്കൾക്ക് വേണ്ടത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ നിൽക്കും. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റീവ് തോട്ടാണ്. ആ വേണ്ടതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ് എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയത്. അതായത് നൈറ്റ് ലൈഫ് പദ്ധതി, തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ നൈറ്റ് ലൈഫ് പദ്ധതി, യുവാക്കൾക്ക് വൈകുന്നേരങ്ങളിൽ സ്വസ്ഥമായി വന്നിരിക്കാനും സൗഹൃദങ്ങൾ പങ്കിടാനും കൂടിച്ചേരൽ നടത്താനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും, അതൊരു ഫുഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് നമ്മൾ പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളും സാങ്കേതികത്വങ്ങളും നമ്മുടെ നാട്ടിൽ വന്നാൽ
ഇവിടെ തന്നെ പിള്ളേർ നിൽക്കും. പക്ഷെ അത് വെറുതെ ഇത് പറയാം, യോജിക്കുന്നില്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? കാര്യം അതല്ല കേരളത്തിൽ നൈറ്റ് കൾച്ചറോ ബിയർ പബ്ബോ അല്ല ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ഈ വിദേശത്തേക്ക് പോയ കുട്ടികൾ മുഴുവൻ ഈ തരത്തിലുള്ള സംസ്കാരത്തിന്റെ ആകൃഷ്ടരായിട്ടോ അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരോ അല്ല. ജീവിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കോഴ്സ്, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം. വിദേശത്ത് ഏതെങ്കിലും സർവകലാശാലകളിൽ ഇത്തരം സമരം കേട്ടിട്ടുണ്ടോ? കേരളം വിട്ടാലില്ലല്ലോ. കേരളം വിട്ടാലില്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇമാതിരി സമരം നടത്താൻ പറ്റുക? അപ്പൊ ഇവിടെ ഏതെങ്കിലും നേതാവിന്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ശശികുമാർ പറഞ്ഞു, AKG സെന്ററിൽ പരിപാടി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് സമരമാണ് ഓഡിയൻസിനെ ഇരുത്താൻ. അക്കാര്യത്തിൽ CPM മാത്രം കുറ്റം പറയണ്ട. ഇപ്പൊ ഒരു പ്രമുഖ വ്യവസായിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിയമസഭ തന്നെ നേരത്തെ പിരിച്ചുവിട്ടു. അല്ല, അതൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ എന്നിട്ട് ഒരുമിച്ച് ഇടതും വലതും എല്ലാം കൂടെ ഒരുമിച്ച് പോയി ഫ്ലൈറ്റിൽ കയറി, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറിയിട്ട് തൃശ്ശൂർ പോയി കല്യാണം കൂടി. അല്ല, അതൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അത് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയാം. പക്ഷെ അത്തരം ആൾക്കാർക്ക് ഇവിടെ സ്വാധീനം കൂടുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരം ആൾക്കാരുടെ താല്പര്യത്തിനാണ് സ്വാധീനം. ഇപ്പൊ ഈ ബിയർ പബ്ബോ അല്ലെങ്കിൽ നൈറ്റ് ലൈഫോ അല്ല, നല്ല കോഴ്സുകളും നന്നായിട്ട് ജീവിക്കാനുള്ള ഇത് നല്ല തൊഴിലവസരങ്ങൾ. ഈ വിഴിഞ്ഞമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു മാറ്റം വരത്തില്ല. ഇപ്പൊ താങ്കൾ തന്നെ മുൻപൊരിക്കൽ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിച്ചപ്പോൾ താങ്കൾ പറയുകയുണ്ടായി, വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പോലും മാറ്റങ്ങൾ കൊണ്ട് മറൈൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് കോഴ്സുകൾ വരാൻ പോകുന്നു. അതൊക്കെ ഒരു ആശാവഹമായി. കേരളത്തിൽ ഇപ്പോ അടുത്ത മാസം തുറമുഖത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനമാണ്. ഇവിടെ എത്ര കോഴ്സ് ചെയ്തു? ഒന്നും ആയിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഇത് ലോങ് റണ്ണിൽ ഇതൊക്കെ ഒരു ഫുൾ സിംഗിൽ ആയി കഴിയുമ്പോൾ അല്ല, 30-35 വർഷത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വരുന്നവരുടെ കൈകളിലാവില്ലേ ഈ പോസ്റ്റിംഗ് മുഴുവൻ? അതൊരു വിഷയമാണ്. ഇപ്പോ അല്ല, അവരെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ വെളിയിലുള്ള കുട്ടികൾക്കല്ലേ കിട്ടുള്ളൂ, വെളിയിലുള്ള കുട്ടികളെ കിട്ടുള്ളൂ. ഉറപ്പാണ്. ഈ നോട്ടിക്കൽ സയൻസ്, അതെ, ഇതെല്ലാം മറൈൻ എഞ്ചിനീയറിംഗ് നമുക്ക് വെറുതെ ടാക്സ് പിരിക്കാം, അത്രേ ഉള്ളൂ. വിഴിഞ്ഞത്തുനിന്ന് അത്രയും പ്രതീക്ഷിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രൈവറ്റ് കമ്പനികൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതേ എടുക്കുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ നല്ല കോഴ്സുകളില്ല. അതുപോലെ തന്നെ ക്യാമ്പസിലെ അന്തരീക്ഷം കലുഷിതമാകുന്നത് പലരെയും അകറ്റുന്നു. അതിൽ കലുഷിതമായ സാഹചര്യം രാഷ്ട്രീയമാണ്, അത് മാറ്റി നിർത്താം. നല്ല കോഴ്സുകളില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാലാരിഷ്ടത എന്ന് പറയാമോ അറിയില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിഹോ നമുക്ക് കുറേയധികം പോരായ്മകളുണ്ട്. ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പൊ ഈ ജൂലൈ 1-ാം തീയതി മുതൽ 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങുന്നു. ഇത് UGCയുടെ നിർബന്ധം, മറ്റ് പൊളിറ്റിക്കൽ വശങ്ങൾ മാറ്റിവെക്കുക. ഈ പല വിദേശ സർവകലാശാലകളും വളരെ ഫലപ്രദമായി നടപ്പാക്കിയ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം പോസിറ്റീവായി നമുക്ക് കാണാൻ സാധിക്കും? ബാലാരിഷ്ടതകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ഇത് ഗുണകരമാണോ അല്ലയോ? അല്ല, ഇപ്പം നമുക്കിപ്പോൾ കേന്ദ്ര സർക്കാർ 4 കൊല്ലത്തെ കോഴ്സ് കൊണ്ടുവരുന്നു. നമ്മുടെ 68-ന് ശേഷം ദേശീയ വിദ്യാഭ്യാസ നയത്തിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും ആ മാറ്റം നമുക്ക് സ്വീകരിക്കാതിരിക്കാനൊക്കില്ല. ഇപ്പോൾ കേരളത്തിന് മാത്രമായിട്ട് മാറിയിരിക്കാൻ കഴിയില്ല. ഒരു ദേശീയ വിദ്യാഭ്യാസ നയമാണ്. കാരണം ഇത് പറയുമ്പോൾ ഒരു പുതിയത് വരുമ്പോഴത്തേക്കും കുറേ ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും ഉണ്ടാകും. കാരണം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 92-ലാണ് കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് സിസ്റ്റം CSS ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം നടപ്പിലാക്കിയത് ഡോക്ടർ JV വിളനിലമാണ്. അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കരമായ എതിർപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അമേരിക്കയിലെ സിസ്റ്റമാണ്, നമുക്ക് അത് കൊണ്ടുവരുന്നതിന്. പക്ഷേ അദ്ദേഹം 1 വർഷത്തും നീണ്ടിരുന്ന ഓറിയൻറ്റേഷൻ കൊടുത്താണ് ക്യാമ്പസിൽ തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ മൊത്തത്തിലായി, ഇന്ത്യയിൽ മൊത്തത്തിലായി. അപ്പോൾ പുതിയ പരിഷ്കാരം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എതിർപ്പുകളുണ്ടാവും. ആ എതിർപ്പുകൾ അതിജീവിച്ചുകൊണ്ട് കുറേ പൊളിറ്റിക്കലാണ്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത്, ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓറിയൻറ്റേഷൻ, ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഓറിയൻറ്റേഷൻ വളരെ കാര്യക്ഷമമായി. കാരണം വിദ്യാഭ്യാസമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള പാർട്ടാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, സർക്കാർ അതിനകത്ത് ഒരു നടപടി എടുക്കാതെയാണ് നടപടി. അതിൻ്റെതായിട്ടുള്ള ആക്ഷേപമാണുള്ളത്. ആ ആക്ഷേപങ്ങൾ മാറ്റിവെക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉപകാരപ്പെടുമോ? തീർച്ചയായിട്ടും. ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കുറച്ചുകൂടി സംസ്ഥാനത്തിൻ്റെയും കേരളത്തിൻ്റെയും പൊതു താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. അപ്പോൾ നേരത്തെ കെ ചന്ദ്രശേഖരൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ആനന്ദമൂർത്തിയെ കൊണ്ടുവന്നെങ്കിൽ കരുണാകരൻ TN ജയചന്ദ്രനെയും ബാബു പോളിനെയും വൈസ് ചാൻസലർമാരാക്കി. അപ്പോൾ അന്ന് പിന്നെ കെ ജയകുമാറിനെ
പിന്നെ ആക്കിയിരുന്നു. SJMR മലയാള സർവകലാശാലയുടെ മലയാള ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതെ, അല്ല അദ്ദേഹം ചീഫ് സെക്രട്ടറി വിരമിക്കുന്നു, പിറ്റേ ദിവസം അവിടെ പോയി ജോയിൻ വൈസ് ചാൻസലർ. അല്ല, ഈ തരത്തിലുള്ള ആൾക്കാരെ, പ്രതിഭാശാലികളായ ആൾക്കാരെ ആണ് കൊണ്ടുവരുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായിട്ടൊരു റീസ്ട്രക്ചറിങ് ആവശ്യമാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൊണ്ടുവരണം. ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ല, അതിന്റെ ഒരു തുടക്കമാണ് ഈ 4-year ഡിഗ്രി പ്രോഗ്രാം. അത് 4-year ഡിഗ്രി ആണെങ്കിൽ പോലും കോഴ്സുകളിൽ മാറ്റം വരണം. ഇനി വേണ്ട മാറ്റങ്ങൾ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര തലത്തില് ഇപ്പൊ നമ്മള് ശ്രീധരൻ, ഈ എമിററ്റസ് പ്രൊഫസർ നിലയിൽ ശ്രീധരനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ TP ശ്രീനിവാസൻ, എത്ര പേരുണ്ട് പ്രഗത്ഭര് കേരളത്തിന് പുറത്ത്. ഇപ്പൊ പിന്നെ BJP സർക്കാരാണെന്ന് തോന്നുന്നു, അന്ന് നന്ദൻ നിഗലാനിയെ കൊണ്ടുവന്നു. മറ്റേ ആധാറിന്റെ പ്രശ്നം വരുമ്പോ പുറത്തുള്ള ആളാണ്. ഇവിടെ ഇപ്പൊ ഷിബുലാലിനെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് കൊണ്ടുവന്നൂടെ? വിജയരാഘവൻ ഇവിടെ അത് ഏഷ്യൻ കോളേജ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങി. അപ്പോൾ അതേപോലെ ഈ രംഗത്തുള്ള എക്സ്പേർട്സിനെ മുഴുവൻ മറ്റ് സർവകലാശാലകളിൽ, ഇന്ത്യയിലെ മുഴുവൻ സർവകലാശാലകളിലും വിദേശത്തുമുള്ള എക്സ്പെർട്സിന്റെ ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കിക്കൂടെ ഓരോ സബ്ജക്റ്റിനും? ഈ കോഴ്സുകളുടെ ഓറിയന്റേഷന് ഇവരൊന്നും ഇവിടെ വരണമെന്നില്ല. ഓൺലൈനിൽ ഒരു 3-4 ദിവസം ഇവർക്ക് പങ്കെടുക്കാൻ പറ്റും. ഇത് നോട്ട് ചെയ്ത്, ഇത് മര്യാദയ്ക്ക് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത്, ഇത് റിപ്പോർട്ടാക്കി, ഇത് എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യണമെന്നുള്ളത് ഇവിടെ ഇരുന്നാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വേണ്ടത് ഇതിനുള്ള വിഷനാണ്, ഇച്ഛാശക്തി വേണം. അങ്ങനെ ഒരു നീക്കം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? പൊളിറ്റിക്കൽ അല്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കുകയാണ്. അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്? കാരണം അവർക്ക് എല്ലാത്തിനും മുകളിൽ രാഷ്ട്രീയമാണ് പ്രശ്നം. രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം. അതേ ഉള്ളൂ, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മാറ്റിവെച്ചാൽ ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരാതെ ഇവിടെ ഉള്ള റിസോഴ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതൊക്കെ മെച്ചപ്പെട്ട ഇവിടുത്തെ റിസോഴ്സും വെളിയിൽ വേണ്ടി വരും. കാരണം എക്സ്പെർട്ടൈസ് ഞാൻ പറയാൻ കാരണം, ഈ 4 കൊല്ലത്തെ കോഴ്സ് റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടി പുതിയ ചില കോഴ്സുകൾ ആരംഭിക്കാൻ പല യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കീമും സിലബസും തയ്യാറാക്കാൻ പോലും അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സംഘടനകൾ കൊടുക്കുന്ന ലിസ്റ്റാണ്. ഈ എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകന്മാർ എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരുണ്ടെന്നേ. അവർക്ക് രാഷ്ട്രീയ വിശ്വാസം വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ളവരെ കൊണ്ടുവേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കീം ചെയ്യാൻ. അത് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയുണ്ടല്ലോ, ചില ജൂനിയർ കോളേജ്, ചില സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ അധ്യാപകരെ പോലും ഇതിൻ്റെ ബോർഡിലെ മെമ്പേഴ്സ് ആക്കിയിട്ടുണ്ട്. അല്ല, ഈ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ ആക്ഷേപങ്ങളും അവർക്ക് നേരെ തിരിക്കാം. ഇനി അങ്ങനെ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ ഇടതുപക്ഷം മാറി നാളെ മറ്റൊരു മുന്നണി ഇവിടെ അധികാരത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? കുറച്ചൊക്കെ ഇടതുപക്ഷ വിരോധമല്ല. ഞാൻ കാരണം എന്താ അറിയോ, ഈ കുറേ ഉണ്ടാവുമെങ്കിലും ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ട് അവർ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിട്ടുകൊടുക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം JNU ആണ്. JNU വർഷങ്ങളോളം ഇന്ത്യ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ JNUവിലുള്ള അധ്യാപകർ ബഹുഭൂരിപക്ഷവും CPM-കാരാണ്. അങ്ങനെ വന്ന് അവരങ്ങനെ കുറേ പേരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരതൊന്നും നോക്കാറില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരായിട്ട് നിയമിച്ചിട്ടുള്ളതിൽ നല്ലൊരു പങ്ക് CPM-കാരാണ്, UDF ഭരിച്ചവരാണ്. കാരണം അവർ നോക്കുമ്പോൾ ഈ മിടുക്കന്മാരാണ്. ഞാൻ CPM ആയതുകൊണ്ട് അവർ കോൺഗ്രസ് അനുഭാവികൾ, അത്ര അക്കാഡമിക് മികവില്ലാത്തവർ അങ്ങനെയും ഉണ്ടാവാം. കാരണം ഇപ്പം കോൺഗ്രസ്സുകാരൻ തന്നെ മിടുക്കനാവണമെന്നില്ല, CPM-ന്റെ മിടുക്കന്മാരുണ്ട്. അപ്പം ഞാനൊരിക്കൽ ഈ അധ്യാപക സംഘടനയോട് ചോദിച്ചു, കോൺഗ്രസിൽ മിടുക്കന്മാരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറയുന്നത് ഉണ്ട്. അപ്പോൾ അധ്യാപകരിൽ നല്ലൊരു വിഭാഗം ഈ UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരായിട്ട് നിയമിച്ച ഫാക്കൽറ്റികളിൽ നല്ലൊരു ഭാഗം CPM-കാരുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്നത്തെ UDF ഭരിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയത്? സാർ, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് സെലക്ഷൻ കിട്ടിയത്. ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ കുറേയൊക്കെ UDF-ൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട്, ഈ LDF ഭരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. അല്ല, ഇതിനകത്ത് പക്ഷെ വേറെ ശിവകുമാർ ഗവൺമെന്റ് ഭരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് LDF അധ്യാപകർ ഇവിടെ ഉണ്ട്. അധ്യാപക നിയമനത്തിൽ ഇത് 100% കറക്റ്റാണ്. പക്ഷെ കോൺഗ്രസിന്റെ കാലത്ത്, UDF-ന്റെ കാലത്ത് വേറൊരു പ്രശ്നമുണ്ട്. അമിതമായ മറ്റേ വിദ്യാഭ്യാസ വകുപ്പ്. ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഒരിക്കലും മുസ്ലിം ലീഗും, UDF ഉള്ളപ്പോൾ മുസ്ലിം ലീഗിന് കൊടുക്കും, LDF വരുന്ന സമയത്ത് കേരള കോൺഗ്രസിന് കൊടുക്കും. ഇത് രണ്ടും ഏറ്റവും ചെറിയ മൈന്യൂട്ട് പാർട്ടീസാണ്.
ഇവർക്കൊരു ദേശീയ ബോധമോ അല്ലെന്നുണ്ടെങ്കിൽ ദേശീയമായ കാഴ്ചപ്പാടോ വിശാലമായ ഒരു വീക്ഷണം ഇല്ല. അപ്പൊ അത് കാരണം അബ്ദുൾ റബ്ബ് ഇവരുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരുന്നപ്പം 23 വകുപ്പ് മേധാവികളിൽ 22 പേരും മുസ്ലിങ്ങളായിരുന്നു. ഈ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരും എവിടെയുള്ള ചക്കനെയും പോക്കനെയും. കഴിവുള്ളവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കഴിവുള്ളവരെ കൊണ്ടുവരട്ടെ. ഇപ്പൊ ഡോക്ടർ അബ്ദുൽ സലാമിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആക്കിയപ്പോൾ ആരും കുറ്റം പറഞ്ഞില്ല. പക്ഷെ അതിനു മുമ്പ് +2 യോഗ്യത മാത്രമുള്ള +2 അധ്യാപകനാകാൻ യോഗ്യതയുള്ള ഒരാളെ VC ആക്കിയത് അവർ തിരുത്തേണ്ടി വന്നു. അപ്പോൾ ഒന്നാമത് ഈ UDF വന്നാലും LDF വന്നാലും ലീഗും കേരള കോൺഗ്രസിനെ പോലുള്ള ചെറുകിട കക്ഷികൾക്ക് കച്ചവടത്തിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത്. ഞാൻ പറയാം, അത് പറയുമ്പോൾ ഒരു കാര്യം CPM ആണ് കേട്ടോ. അതെ, കേരള കോൺഗ്രസ് പണ്ട് ജോസഫിന്റെ കാലത്ത്, ഇപ്പൊ CPM തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം നോക്കുന്നത്. അതായത് ഈ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് CPM ഭരിച്ചാലും UDF ഭരിച്ചാലും ഈ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ആൾക്കാരെ മാത്രം നിയമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് പറയാൻ സുരേഷ് പറഞ്ഞുകൊണ്ട് എൻ്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം. ഞാൻ JNUവിൻ്റെ കാര്യം എടുത്തു പറയാൻ കാര്യം, JNUവിൻ്റെ അത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന അത് കോൺഗ്രസ് ഒന്നിനും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ആദ്യം ഒരു CPM പ്രൊഫസർ കയറി കഴിഞ്ഞാൽ അയാൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമിക്കുന്ന എല്ലാം CPM-കാരായിരിക്കും. അങ്ങനെ പക്ഷേ അതിൻ്റെ ബദലായിട്ട് ചെയ്തത് BJP ആണ്. അതുകൂടെ മറന്നു വരുത്. ഇപ്പോൾ JNUവിൽ ഏറ്റവും കൂടുതൽ വലിയ സ്ട്രെങ്ത് ഉള്ള അധ്യാപക സംഘടന ശശികുമാർ കാരണമുണ്ട്. എന്താ കാര്യം? അതുകൊണ്ട് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് അത്രയും കൂടുതൽ നടന്നു തന്നെയാണ്. അപ്പൊ തന്നെ അതിനുവേണ്ടി അവർ ചെയ്തത് എന്താണെന്നറിയോ? അത്രേ ഞാൻ പറയുള്ളൂ. ആ ചെയ്തതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയല്ല. ഇവർ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ മാറ്റി. 2010 വരെ ഉണ്ടായിരുന്ന റെഗുലേഷനിൽ ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ ആ ഫാക്കൽറ്റിക്ക് APA സ്കോർ നോക്കും, അയാളുടെ പബ്ലിക്കേഷൻസ്, അയാളുടെ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ, അയാൾക്ക് JRF, അയാൾക്ക് നെറ്റ്, അയാളുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് നോക്കിയതിന് ശേഷം 20 മാർക്ക് ഇൻ്റർവ്യൂവിന് കൊടുക്കുമായിരുന്നു. ഇവരൊരു തീരുമാനം എടുത്തു, എലിജിബിൾ ആയിട്ടുള്ളവരെ കട്ട് ഓഫ് മാർക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനെടുത്ത തീരുമാനം അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിട്ട് എടുത്തു. ആ തീരുമാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കേരളത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ മന്ത്രിമാരെയും MLA-മാരെയും എല്ലാവരുടെയും, ഈ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവരുടെ ഭാര്യമാരും. അത് ഇത് നമുക്കൊരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പരിഗണിച്ച് അത് മാത്രം ഡിസ്കസ് ചെയ്യേണ്ടത് അത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിലേക്ക് നമുക്ക് വരാം. നമുക്കിപ്പോൾ സമയപരിമിതിയുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത നിലവാരം പുലർത്തുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മുടെ ചോദ്യം. നിലവിൽ നമ്മൾ കുറേയധികം വിഷയങ്ങൾ, രാഷ്ട്രീയപരമായ വിഷയങ്ങളുണ്ട്, അതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് മേ ബി പരിഹരിക്കപ്പെടുന്ന പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ അക്കാഡമിക് ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഇനിയും സമയമുണ്ട്, വൈകിട്ടില്ല. അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ കാണാം. താങ്കളോട് അവസാനമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ സർക്കാർ ഒരു തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇത് നേരാമണ്ണം നടന്നു പോകണമെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ, അവർക്ക് നാളെ ഇവിടെ മികച്ച കരിയർ ഉണ്ടാകണമെങ്കിൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം? അത് നമ്മുടെ സിലബസ് വളരെ പ്രധാന സിലബസാണ്. അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ കോഴ്സസ്, ഇപ്പോഴുള്ള നമ്മുടെ പരമ്പരാഗതമായ കോഴ്സുകൾ മാറ്റിവെക്കണം. പുതിയ പുതിയ കോഴ്സുകൾ വരികയും മറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ വരികയും മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുകയും, പ്രത്യേകിച്ച് ഇപ്പോഴേ മറ്റ് യൂണിവേഴ്സിറ്റികളിലും വിദേശത്തും പഠിച്ചുള്ള ക്രെഡിറ്റ് പോലും എടുക്കാനുള്ള വ്യവസ്ഥ നമ്മുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അതിനെ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതനുസരിച്ച് മോണിറ്റർ ചെയ്യാനുള്ള ഭരണ സംവിധാനം സർവകലാശാലകളിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഫ്രീ ഹാൻഡ് സർക്കാർ സർവകലാശാലകൾ കൊടുക്കണം. അതിൽ രാഷ്ട്രീയ വിവേചനം ഒഴിവാക്കണം. പോയിന്റ് ക്ലിയർ ആണ്. അവസാനമായി താങ്കളോട് ഒരു ചോദ്യം കൂടെ, അതിന് ഒറ്റ വാക്കിൽ ഉത്തരം. ഇത്രയൊക്കെ ചെയ്തു വെച്ചാൽ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായിട്ട് നടക്കും. അപ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അമിതമായ രാഷ്ട്രീയ അതിപ്രസരം അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ബേബി അവരുടെ അതിക്രമം മാറ്റണോ വേണ്ടയോ? അല്ല, അത് അവസാനിപ്പിച്ചാലേ പറ്റൂ. പക്ഷെ ഇത് കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആവണം, ജനാധിപത്യപരമാണ്. ഓക്കെ. ഇതോടൊപ്പം ഇതിനേക്കാൾ കൂടുതൽ ശശികുമാർ കാണിച്ചതിന് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഇന്റേൺഷിപ്പാണ്. ഈ ടെക്നിക്കൽ കോഴ്സസ്, എഞ്ചിനീയറിംഗ് കോഴ്സിനായാലും ബാക്കിയുള്ള കോഴ്സിനും കിട്ടുന്നവർക്ക് ഇന്റേൺഷിപ്പിനുള്ള അവസരവും അവരുടെ റിക്രൂട്ട്മെന്റും. ഇപ്പൊ എല്ലാ സ്വകാര്യ സർവകലാശാലകളിലും കാമ്പസ് പ്ലേസ്മെന്റിനും കാമ്പസ് റിക്രൂട്ട്മെന്റിനും അവസരമുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ കാലിക്കറ്റിലെ കാലിക്കറ്റ് IIM ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കാമ്പസ് റിക്രൂട്ട്മെന്റിൽ ഗംഭീര പ്ലേസ്മെന്റ് കിട്ടുന്നു. അത് കേരള യൂണിവേഴ്സിറ്റിയിലോ CET-യിലോ ഒക്കെ എത്ര പേര് ആ രീതിയിൽ പോകുന്നു? ആ രീതിയിൽ നമ്മൾ മാറണം. മനസ്സിലായി. ഏതായാലും പോയിന്റ് ക്ലിയർ ആണ്. ഏതായാലും നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ 2-3 പേർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ കാണേണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന്
ഒരു പുതിയ ദിശാബോധം വേണം. മനസ്സിലായി. അത് UDF ആയാലും LDF ആയാലും കേരളത്തിന്റെ പൊതു താല്പര്യമുള്ള പ്രശ്നത്തെക്കുറിച്ച് ഇവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. മനസ്സിലായി. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ അത് കാണേണ്ടവർ കാണുമെന്നും അവർ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുമെന്നും നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ബാക്കി അപ്ഡേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇനിയും വരാനുണ്ടല്ലോ, വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളാകും. നന്ദി സർ. നന്ദി.